സ്റ്റാർട്ട്. ഓക്കെ, ഓൾ ഗുഡ്. അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പെട്രോൾ ഇട്ട് ഇന്നലെ ചെയിന് സർവീസാക്കി. ഓക്കെ, ഓൾ ഗുഡ് എന്ന് തോന്നുന്നു. എയർ മാത്രം ചെക്കാക്കിയിട്ടില്ല. എയർ അത്യാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എയർ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും എയറും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് കൂത്തുപറമ്പ് ബൈപ്പാസ് കേട്ടോ. കൂത്തുപറമ്പ് ബൈപ്പാസ് എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയിൽ കണ്ടിട്ട് പോവാം. കുറച്ച് നേരം ഒന്ന് യൂസ്ഡ് ആയിട്ട് കുറച്ച് സേഫ് റൈഡ് ആക്കാം. എന്നിട്ട് നമുക്ക് നോർമൽ റൈഡ് ആക്കാം. റേഞ്ച് റോഡ് പോകുന്നുണ്ട് കേട്ടോ. സർവീസിന് ശേഷം ബ്രേക്ക് ഇച്ചിരി കുറവായോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ഓൾറെഡി സിറാമിക് ബ്രേക്ക് പാഡ്സാണ് ഇട്ടിട്ടുണ്ടായത് കേട്ടോ. സിറാമിക് ബ്രേക്ക് പാഡ്സ് മാറ്റിയിട്ട് ഇപ്പോൾ നോർമൽ ബ്രേക്ക് പാഡാണ് കമ്പനിക്കാർ ഇട്ടേന്ന് തോന്നുന്നു. കമ്പനിക്കാരോട് ഞാൻ പറഞ്ഞിട്ടില്ല ബ്രേക്ക് പാഡ് മാറ്റാൻ, പക്ഷെ അവർ ഓൾറെഡി ചേഞ്ച് ചെയ്തു പോയി എന്ന് പറഞ്ഞു. പിന്നെ എന്നാൽ പിന്നെ അത് നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അല്ലെങ്കിൽ വെറുതെ ഡിസ്കിന് പണിയാവും. ഡിസ്ക് തേഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നുമില്ലാണ്ടാവില്ലേ. ആൻഡ് കിടിലൻ കോർണർ ചെയ്യാൻ പറ്റിയ ഇതാട്ടോ ഇവിടെ. അടിപൊളി ടേൺസാണ്. പ്രാവശ്യം ബസ്സായി പോയില്ലെങ്കിൽ നല്ല കിടിലം പോലെ ടേൺ എടുക്കുക. നമ്മുടെ ഫ്രണ്ടിലൊരു സ്പീഡ് ക്യാമറ കൂടി വരാനുണ്ട്. ശരിക്കും ആസ് പെർ ദ റൂള് പോകണമെങ്കിൽ ഉണ്ടല്ലോ 40 km/h ആണ് ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉള്ളത്. സോ ആസ് പെർ ദ റൂള് പോകണമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റൂ. അതായത് 5th ഗിയറിൽ 6th ഗിയറിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. 5th ഗിയർ ഇട്ട് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റില്ല ആസ് പെർ ദ റൂള് പോവുകയാണെങ്കിൽ കേട്ടാ. ബസ്സൊക്കെ പോകണം. ഓക്കെ കുറഞ്ഞതൊരു 80-70 ആ ഒരു സ്പീഡ് റേഞ്ചിൽ തന്നെയാണ് ബസ് പോകുന്നത്. Thank God I was recording, bro. പുതിയ വണ്ടിയാണ് എൻ്റെത്. Oh, that was a first big accident. Oh man, ഇതിനെന്നെ കൈയെല്ലാം പറിച്ച് എൻ്റെ കൈ നല്ല വേദന ചേട്ടാ. കൈ അടിച്ചിട്ട് കൈ പരിപ്പായി. സുധേൻ്റെ അളിയൻ്റെ ഷോപ്പ് അളിയൻ ഉണ്ടാടാ. അളിയൻ തിരക്കാന്ന്. ഇപ്പോൾ വണ്ടിയും കൂടെ അടിച്ചതല്ലേ. ഇപ്പം എന്തായാലും കയറണ്ട. കാരണം വീട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വെറുതെ ടെൻഷനാവും. സോ ഇതാണ് പ്രശ്നം ഗൈസ്. ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ. ഇരിട്ടി ടൗണാണിത്. ഈ ടൗണ് ഫുള്ള് തിരക്കാണല്ലോ. പഠിക്കാം, വേറെ വഴിയില്ല. കൈ ചെറിയ വേദനയാകുന്നുണ്ട് കേട്ടോ. പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. കറക്റ്റ് ആ ഗാർഡുണ്ട് അവിടെ. ഗാർഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഗാർഡില്ലാണ്ട് വെറും ബെയർ ഹാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ
ബെയർ ഹാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കൈവിരൽ പൊട്ടിയിട്ടുണ്ടാവും. കാരണം നല്ല അടി അടിച്ചു കൊടുത്താൽ ഡോറിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ അവിടെ, കറക്റ്റ് ഡോറിൻ്റെ മറ്റേ സാധനം ഉണ്ടായിരുന്നല്ലോ, ഹാൻഡിൽ മേലെ അടിച്ച കൈ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരുന്നു. എന്താ സംഭവിച്ചത് എനിക്കും അറിയില്ല, മൂപ്പരിക്കും അറിയില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഓൾവേസ് ചെക്ക് യുവർ റിയർ മിറേഴ്സ്. ഗൈസ് അങ്ങനെ വള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ദിസ് ഈസ് വള്ളിത്തോട് ടൗൺ കേട്ടോ. നമ്മൾ ഇരിട്ടി കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്നൊരു ടൗണാണിത്, വള്ളിത്തോട് ടൗണ്. ഇതും കഴിഞ്ഞാൽ നമുക്കിനി നേരെ എന്താ പറയുക, നമ്മളെ കൂട്ടുപുഴയാണ്. കൂട്ടുപുഴ ടൗണോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇതാണ് ഫസ്റ്റ് ടൗൺ കേട്ടോ. അതായത് നമ്മൾ വിരാജ്പേട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നൊരു ടൗണാണിത്. ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ റോഡാണ് കേട്ടോ. ഇവിടുത്തെ റോഡ് അടിപൊളിയാണ്. സ്പീഡ് ക്യാമറ ഉണ്ട് ഇവിടെ. സോ അങ്ങനെ ഫൈനലി ഞാൻ കൂട്ടുപുഴ എത്തി കേട്ടോ. ഏകദേശം 4:54. ഞാൻ ഉദ്ദേശിച്ച ഏകദേശം 5 മണി സമയത്തിന് ഞാൻ കൂട്ടുപുഴ എത്തി. ഇവിടുന്ന് വിരാജപേട്ട 27 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 27 കിലോമീറ്റർ നമുക്ക് ചുരമാണ്. ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുന്നൊക്കെ ഇങ്ങനെ കയറി പോകില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. സോ ഇതാണ് കൂട്ടുപുഴ. കൂട്ടുപുഴയിൽ ഇത്രയേ ഉള്ളൂ. ഒരു എക്സൈസ് ചെക്ക് പോസ്റ്റും കുറച്ച് കടകളും ഒരു ചേർച്ചും ഒരു പാലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടീസിന് ഇഷ്ടംപോലെ ചെക്കിങ്ങും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടീസ് ഫ്രീ ആയിട്ടും പോകട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ചുരം കയറി തുടങ്ങുകയാണ്. ബാക്കിയുള്ളത് കുറച്ചായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് സമയത്ത് കേട്ടോ 4:59 വേണ്ട, കറക്റ്റ് 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. സോ ചുരം കയറാൻ വേണ്ടി പോകണം. ചുരം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഇവിടുത്തെ കടകൾ. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചുരം കയറി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഫസ്റ്റ് ഹെയർ പിൻ. സിമെൻറ്റ് റോഡായതുകൊണ്ട് വെറും തുള്ളലാട്ടോ. കുറച്ച് ഡെഡ്ലി ഹെയർ പിന്നാണ് ഇത്, അങ്ങനെ എടുക്കാൻ കിട്ടൂല. ടാർ ചെയ്ത റോഡ് മാതിരിക്കല്ല സിമെൻറ്റ് ഇട്ട കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ. വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് 2 വീലർ.
ടൂ വീലർ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. പുതിയ റോഡ് താർ ചെയ്തിട്ട് ആ റോഡ് പാച്ച് വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് പാച്ച് വർക്കാണ്. ഗൈസ്, ഇതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, ഇതുകൊണ്ടാണ് വൈൽഡ് ആനിമൽസിന് നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുക. നിങ്ങൾ ചിലപ്പോൾ സിമ്പതി തോന്നിയിട്ട് അവർക്ക് കയ്യിലുള്ള ഭക്ഷണം എന്തെങ്കിലും ഇട്ട് കൊടുക്കും, പക്ഷെ അത് ഇതേപോലെ പ്രശ്നങ്ങളാവട്ടെ. കാരണം ഇവരെന്താ പറയുമെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ മടിയന്മാരോ, ഇവർ പിന്നെ കാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നേരെ റോട്ടിൽ വന്ന് നിന്നിട്ട് ഇവർ ബെഗ് ചെയ്യാൻ തുടങ്ങും. ആൾക്കാരെ കാണുമ്പോൾ അവരെ വലിയ ചാടി കയറുക, വണ്ടി വരും അതിന് മുന്നിൽ പോവുക, വണ്ടി നിർത്തുമ്പോൾ അവിടെ പോവുക. എന്നാലും ഇവർക്ക് ഭക്ഷണം കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈൽഡ് ആനിമൽസിന് ഒരിക്കലും ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങളും മൈൻഡിൽ കീപ്പ് ചെയ്യുക, വൈൽഡ് ആനിമൽസിന് ഒരിക്കലും ഫീഡ് ചെയ്യരുത്. കാരണം അത് അവരുടെ ജീവനും ബാക്കിയുള്ള ആൾക്കാരുടെ ജീവനും ബാധിക്കും. കാരണം വണ്ടിയിൽ വരുന്ന ആൾക്കാർ ചിലപ്പം ഇത് പെട്ടെന്ന് പോകില്ല, റോട്ടിൽ തന്നെ ഉണ്ടാവും. അത് വണ്ടി തട്ടി അത് സൈഡാവും, അല്ലെങ്കിൽ നമ്മൾ സൈഡാവും. എൻ്റെ ഒന്നേ എന്താണ് ഫോണടിക്കാണ്ട് കരുതി പ്ലീസ്. എന്തല്ലേ? ഓ, ആര് നിങ്ങളെ വണ്ടിയാ? ആ, എന്താ പറ്റിന? ആയിരിക്കും എന്താ പറ്റിനാ? കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടയാ? ആ, ഇവിടെ റേഞ്ച് കിട്ടൂല. ഇപ്പൊ താഴെ പറഞ്ഞോ, പോലീസിന് പറഞ്ഞാ? ആ, ഓക്കെ. ആ, വരും ഇപ്പൊ വരും. ഇത് കുറേ ദൂരം ഉണ്ട് താഴോട്ടേക്ക്. ആ, അവിടെ നിന്ന് വരും. നിങ്ങളെവിടെ പോണ്ടേ? വിരാജ്പേട്ടയാ? ആ, അതെയാ? ഓക്കെ. ബെരിങ്ങനൊന്നും ആയിട്ടില്ലല്ലോ, ഭാഗ്യം. ആ, വണ്ടി പോകുന്നുണ്ട്, താഴെ പോകുന്നുണ്ട്. ആ, താഴെ വലിയ കൊണ്ടാണ്. ആ, എന്തോ ഭാഗ്യം. ഞാൻ പൊന്നമ്പേട്ട. ശരി, എന്നാൽ അവരിപ്പോൾ വരും കേട്ടോ, പോലീസുകാരിപ്പോൾ വരും. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ പറയണോ? ആ, ഓക്കെ. 2:45 എന്നിട്ട് ഇത്ര നേരം വന്നില്ല? ഓ, ശരി. എന്നാൽ ആരെങ്കിലും താഴ്ന്ന് വന്നിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ നിന്ന് ആരെങ്കിലും കഴിക്കാം. ഓക്കെ. ആ, ഓക്കെ. ഗൈസ്, ഇതാണ് പ്രോബ്ലം. ഈ ചുരത്തിലൊക്കെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ റേഞ്ചോ കാര്യങ്ങളോ നെറ്റ്വർക്കോ ഒന്നും ഉണ്ടാവില്ല. ബുദ്ധിമുട്ട് ഏതാണ്ടോ. 2:15 സംഭവം. ഇപ്പോൾ സമയം 5-7 ആയിട്ടും ഒരു പോലീസുകാരനും വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് വണ്ടി താഴോട്ടേക്ക് വിട്ടെങ്കിലും ആരും പോയി റിപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ എന്തായാലും എന്തായിട്ടില്ല, ആരും വന്നിട്ടില്ല. നമുക്കിപ്പോൾ എനിവേ മുകളിൽ പോയിട്ട് പറയാം. 5:01 ഞാൻ എത്ര മണിക്കാണ് മുകളിൽ എത്തുന്നത് നമുക്കറിയില്ല. സോ എന്തായാലും മുകളിൽ പോയിട്ട് പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരോട് പറഞ്ഞിട്ട് പോവാം, അതാണ് നല്ലത്. അപ്പോൾ അവന് മുകളിൽ വിരാജ്പേട്ട നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് പോലീസുകാരെ ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ പറയുന്നത് പറഞ്ഞാൽ അവരവിടെ പോയിട്ട്, അതായത് ആ കാറിൻ്റെ
ആൾ ഇങ്ങോട്ട് വന്നിട്ട്, അതായത് വിരാജപേട്ട വന്നിട്ട് അവിടുന്ന് റൂറൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവിടുന്ന് പോലീസുകാർ അങ്ങോട്ടേക്ക് പോകുന്ന കേട്ടോ പറഞ്ഞത്. അതായത് സംഭവം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവർ പോലീസുകാരെ ഇൻഫോം ചെയ്തിട്ട് 2.5 മണിക്ക് ഇൻഫോം ചെയ്തിട്ട് ഇതുവരെ പോലീസുകാരൊന്നും ചെന്ന് നോക്കിയിട്ട് വരില്ല. ലാസ്റ്റ് അവിടുന്ന് ആൾക്കാരെല്ലാം കൂടിയിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നിപ്പോൾ 5:30 മണിയായി കേട്ടോ. 5:30 മണിയായിട്ട് ഇന്നേ വരെ പോലീസുകാർ അവിടെ ചെന്നിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ മുകളിൽ വന്നിട്ട് പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ അങ്ങനെ ഒരു കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അവരെത്ര റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ടെന്ന് നോക്കണം. ഒരു ചുരത്തിൽ നെറ്റ്വർക്ക് പോലും ഇല്ലാത്തടത്തൊരു ആക്സിഡൻറ്റ് നടന്നിട്ട് പോലീസുകാർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വരെ അവരൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കേട്ടോ. സോ ഞാൻ പോയി സംസാരിച്ച്, ഞാൻ ആക്ച്വലി സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പോലീസുകാർ മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല, പക്ഷേ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഒരു ഇൻഫോർമേഷൻ മുകളിൽ കിട്ടിയിട്ടില്ല. ചിലപ്പം താഴെ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ മുകളിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ മുകളിലെ പോലീസ് സ്റ്റേഷൻ പോയിട്ട് അവിടുന്ന് പോലീസുകാരൻ കൂട്ടിയിട്ട് പോകാനാണ് പറയുന്നുള്ളത് കേട്ടോ. ജസ്റ്റ് മിസ്സാണതാ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൊട്ടക്ഷൻ ലൈന് അവിടെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ആ കാറും കുട്ടികളും അടക്കം ആ കൊക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടി പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരെ ഭാഗ്യം എന്ന് വേണം പറയാൻ. എനിവേ എനിക്ക് 5:30 മണിയായി. 5:30 മണി 6:30 മണിക്കാണ് നോമ്പ് തുറ. അപ്പം സേഫായിട്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം.